അപ്പോൾ മൂത്ത ഒരു ചേച്ചി നമുക്കിവിടെ കാണാനില്ല എന്ന് പ്രേക്ഷകർ പറയുന്നുണ്ട് അല്ലേ? മറ്റൊന്ന് സുജയ ചേച്ചി അല്ലെ? അപ്പൊ സുജയ ചേച്ചി ഇപ്പൊ വരും അല്ലെ? നമ്മൾ വിളിച്ചിട്ടുണ്ട് സുജയ ചേച്ചി, ആളുകൾ അന്വേഷിക്കുന്നുള്ളത് കൊണ്ട് സുജയ ചേച്ചി വിളിച്ചിരുന്നു. സുജയ ചേച്ചി വീട്ടിൽ രാവിലെ മക്കൾക്കുള്ള ഭക്ഷണമൊക്കെ റെഡിയാക്കി വെച്ച് അല്ലെ കാത്തിരിക്കുക. അപ്പൊ സുജയ ചേച്ചി ഇല്ലാതെ നമുക്ക് തോന്നും. സുജയ ചേച്ചി നമുക്ക് വിളിക്കാം. സുജയ ചേച്ചി വരൂ. വെൽക്കം സുജയ ചേച്ചി. യെസ്, വെരി ഗുഡ്. തലയിലൊരു പൂക്കളം ഉണ്ടല്ലോ. ഈ തലയിൽ പൂക്കളം ഇട്ടത് ആരാ? എനിക്കൊന്ന് ചെമ്പരത്തി അല്ല, ചെമ്പരത്തി അല്ല, അരളിയുണ്ട്. ഇപ്പുറത്ത് തുളസിയുണ്ട്, അടുത്തുണ്ട്. ഓക്കെ, അപ്പൊ സന്തോഷം. സുജയ കൂടി വന്നല്ലോ. ഇനി അങ്ങോട്ട് കളറാവും പ്രിയപ്പെട്ട പ്രേക്ഷകരെ. അപ്പൊ സുജയ ഉഷാറല്ലേ? ഉഷാറാണ്. ബാക്കിയെല്ലാം ചേട്ടനെ ഏൽപ്പിച്ചിട്ടാണ് വന്നത്. അവിടെ അത് കരി പിടിച്ചിരിക്കും. ഭക്ഷണം പാചകം ചെയ്യും അദ്ദേഹം. ഭക്ഷണം പാചകം ചെയ്യും. നന്നായിട്ട് പാചകമുണ്ട്. രണ്ടുമുണ്ട്. പാചകം അവിടെ, വാചകം ഇവിടെ. അങ്ങനെയാണ് ഐശ്വര്യം. അവിടെ പാചകം, ഇവിടെ വാചകം എന്നുള്ളതാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ നമുക്ക് തുടരാം. എന്നാലും വന്ന സ്ഥിതിക്ക് പാചകത്തിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് നമ്മൾ നേരെ ഒരു പാചകപ്പുരയിലോട്ട് പോകുന്നു. എവിടെ? തൃക്കാക്കര അമ്പലത്തിൽ ഇന്ന് തിരുവോണ സദ്യയാണ്. അതെ, ഗംഭീര സദ്യയാണ്. ഇന്നലെയും ഗംഭീര സദ്യയായിരുന്നു. തൃക്കാക്കരയിൽ ഓണസദ്യ ഒരുക്കങ്ങൾ പൂർണ്ണമാണ്. സൈഫ് ന്യൂസ് അലിയാർ അവിടെ ചേരുന്നുണ്ട്. സൈഫ് ന്യൂസ് നേരത്തെ നമ്മളോട് ഇന്നപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? സൈഫ് ന്യൂസിന്റെ ചെലവിൽ തൃക്കാക്കര വന്ന് സദ്യ ഉണ്ട്. ഉത്രാട സദ്യ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ